Hi everyone, this is Binsi from Evika. അങ്ങനെ നമ്മുടെ iOS 18.0.1 എന്ന ഒഫീഷ്യൽ അപ്ഡേഷൻ ആപ്പിൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇത് ഏകദേശം വന്നിരിക്കുന്നത് 494.9 MB എൻ്റെ ഐഫോൺ 16 വന്നിരിക്കുന്നത്. മിക്കവാറും എല്ലാ ഡിവൈസിലും ഒരു 600 MB താഴത്തായിരിക്കും ഈ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആപ്പിൾ ഈ ഒരു അപ്ഡേഷൻ എല്ലാ iOS 18 സപ്പോർട്ടിംഗ് ഡിവൈസിലും അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നിങ്ങളൊരു iOS 18 ബേറ്റ യൂസർ ആണെങ്കിൽ ഈ ഒരു അപ്ഡേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അത് നിങ്ങൾ എന്തായാലും പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടൊപ്പം M4 ഐപാഡുകൾക്ക് ഏറ്റവും ആദ്യത്തെ iPadOS 18.0.1 എന്ന അപ്ഡേഷനും ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. WatchOS ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. macOS ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇതേപോലെ എല്ലാ പുതിയ അപ്ഡേഷൻസും അറിയാനായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. തുടക്കം തന്നെ ഈ ഒരു അപ്ഡേഷൻ്റെ മേജറായിട്ട് വന്ന കുറച്ച് ബഗ് ഫിക്സ് നമുക്ക് നോക്കാം. ആദ്യം മേജറായിട്ട് വന്ന ബഗ് ഫിക്സ് ആണ് സ്ക്രീൻ സ്റ്റക്ക് എന്ന് പറയുന്നത്. ഐഫോൺ 16 സീരീസിലാണ് ഇത് ഏറ്റവും കൂടുതൽ ട്രിഗർ ചെയ്തെങ്കിലും iOS 18 സപ്പോർട്ട് ചെയ്ത കുറേയധികം ഡിവൈസുകൾക്ക് ഈ ഒരു ഇഷ്യൂ ആപ്പിളിനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ഇപ്പോൾ ഇതേപോലെ പേജ് സ്ക്രോൾ ചെയ്യുകയാണ്, ആപ്പിൾ മ്യൂസിക്കിൽ പാട്ടുകൾ സ്ക്രോൾ ചെയ്യുകയാണ്, നമ്മൾ സഫാരിയിൽ എന്തെങ്കിലും ബ്രൗസ് ചെയ്യണമെങ്കിലും ഇടയ്ക്ക് വെച്ച് പെട്ടെന്ന് സ്ക്രീൻ സ്റ്റക്കായി പോകും. അതിനുശേഷം കുറേയധികം നേരം കഴിഞ്ഞാലാണ് ഈ പറഞ്ഞ ഡിവൈസ് നോർമൽ മോഡിലേക്ക് മാറുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഫോഴ്സ്ഫുള്ളി റീസ്റ്റാർട്ട് ചെയ്യണം. ആ ഒരു ബഗ് iOS 18.0.1 ആപ്പിൾ സീംലെസ് ആയിട്ട് റിസോൾവ് ചെയ്യുന്നുണ്ട്. അതേപോലെ അടുത്ത വന്ന ബഗ്ഗും ക്യാമറ സ്റ്റക്കാണ്. കാരണം ഇപ്പോൾ മാക്രോ മോഡിലേക്ക് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് മാക്രോ ആയിട്ടുണ്ട്. അതിനുശേഷം നോൺ മാക്രോ ആകുമ്പോഴത്തേക്കും ചെറിയൊരു സ്റ്റക്ക്, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നോൺ മാക്രോ ആയിട്ടുണ്ട്. പക്ഷേ ചെറിയൊരു സ്റ്റക്ക് ഐഫോൺ 16 സീരീസിൽ എസ്പെഷ്യലി ട്രിഗർ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ലക്കിലി എൻ്റെ ഡിവൈസിൽ ആ ഒരു ക്യാമറ ബഗ്ഗിൽ വലിയ ഇഷ്യൂസൊന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങളുടെ ഡിവൈസിൽ ഈ പറഞ്ഞ ക്യാമറ സ്റ്റക്കോ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ വീഡിയോയുടെ തൊട്ട് താഴത്ത് എന്തായാലും കമൻറ്റ് ചെയ്യേണ്ടതാണ്. അടുത്ത് വന്ന ബഗ് നമ്മുടെ മെസ്സേജിങ് ആപ്പിലാണ്. എസ്പെഷ്യലി ഈ പറഞ്ഞ വാച്ച് ഫേസ് ഷെയർ ചെയ്യുമ്പോഴായിരുന്നു നമുക്ക് ബഗ് ഏറ്റവും കൂടുതലായിട്ട് വന്നിരുന്നത്. മെസ്സേജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആപ്പിൾ വാച്ച് ഫേസ് നമ്മൾ വേറൊരു വ്യക്തിക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഡിവൈസ് അങ്ങനെ തന്നെ ഫ്രീസായി പോവും, അല്ലെങ്കിൽ മെസ്സേജ് ഓട്ടോമാറ്റിക്കലി ക്യൂട്ടായി പോവും. അങ്ങനെ ഒരു വലിയൊരു ബഗ് മെസ്സേജിലുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഈ ഒരു അപ്ഡേഷനിൽ ആപ്പിൾ ആ ഒരു ബഗ്ഗും റിസോൾവ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഏറ്റവും സർപ്രൈസിംഗ്ലി ആപ്പിൾ ഇവിടെ പെർഫോമൻസിൻ്റെ അലോക്കേഷൻ ആപ്പിൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഐഫോൺ 16 സീരീസിന് മാത്രമല്ല iOS 18 സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഡിവൈസിലും പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പെർഫോമൻസ് മെമ്മറി അലോക്കേഷന് വേണ്ടി ആപ്പിൾ നല്ല രീതിക്കുള്ള പാച്ച് ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. അത് അവരുടെ ഒഫീഷ്യലായിട്ടുള്ള ഈ പറയുന്ന അപ്ഡേഷനിലും കൊടുത്തിട്ടുണ്ട്. പെർഫോമൻസ് മേ ബി ഇമ്പാക്റ്റഡ് ഡ്യൂ ടു ആൻ ഇഷ്യൂ വിത്ത് മെമ്മറി അലോക്കേഷൻ ഓൺ സം ഐഫോൺ മോഡൽസ് എന്ന് ആപ്പിൾ കറക്റ്റായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ iOS 18 സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസിലും അത്യാവശ്യം നല്ല രീതിക്കുള്ള പെർഫോമൻസ് ബൂസ്റ്റ് വരാനും നല്ല ചാൻസ് ഉണ്ട്. ഇനി നമ്മുടെ iOS 18.0.1 വന്ന സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് നമുക്ക് നോക്കാം. നേരെ നമ്മുടെ ആപ്പിൾ സപ്പോർട്ടിൽ നമുക്ക് പോവാം. ഈ ഒരു വെബ്സൈറ്റ് ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഡയറക്റ്റ് ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിലേക്ക് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. തൊട്ട് താഴത്തേക്ക് പോകുമ്പോൾ iOS 18.0.1 വന്ന ആ 2 ബഗ് ഫിക്സ് നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ സെക്യൂരിറ്റി പാച്ച് കാണാൻ പറ്റും. ഇവിടെ മീഡിയ സെഷൻ അവൈലബിൾ ഫോർ ഐഫോൺ 16 ഓൾ മോഡൽസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ പാസ്വേഡ് ആപ്പിലും നമുക്ക് ഈ പറഞ്ഞ സെക്യൂരിറ്റി പാച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സെക്യൂരിറ്റി പാച്ച് എന്തൊക്കെയാണ്, ഏതൊക്കെ ഇഷ്യൂസാണ് വന്നതെന്ന് കറക്റ്റായിട്ട് ഇവിടെ ഇമ്പാക്റ്റും ഡിസ്ക്രിപ്ഷനുമായിട്ടും ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ iOS 18.0.1 ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു പെർഫോമൻസ് വലിയ ബൂസ്റ്റായിട്ടല്ല ഫീൽ ചെയ്യുന്നത്, പക്ഷേ നല്ല റിഫ്രഷിംഗ് ആയിട്ടും കറക്റ്റ് ഫ്ലോയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ടച്ച് റെസ്പോൺസ് നല്ല രീതിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. iOS 18.0.1 ഫോളോ അപ്പ് വീഡിയോയിൽ വേണമെങ്കിൽ ഇതിൻ്റെ ഇൻഡെപ്ത് ഫീഡ്ബാക്ക് ഞാൻ നിങ്ങൾക്കായിട്ട് തരാം. ഇനി ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഓഫ്കോഴ്സ് ഇത് പുതിയ ഐഫോൺ 16 ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ബാറ്ററി പെർഫോമൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ iOS 18 സപ്പോർട്ട് ചെയ്യുന്ന പഴയ ഡിവൈസുകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഓൾഡർ ഡിവൈസുകളാണെങ്കിൽ എന്തായാലും ബാറ്ററി പെർഫോമൻസ് നല്ല രീതിക്ക് റിഡ്യൂസ് ചെയ്യാനുള്ള ചാൻസ് എന്തായാലും ഉണ്ടാകും. ഇനി നമ്മുടെ അടുത്ത കാര്യമാണ്, എന്നാണ് iOS 18.1 ഒഫീഷ്യലി റിലീസ് ആകാൻ പോകുന്നത്. നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത അനുസരിച്ച് ഏർലി ഓഫ് ഒക്ടോബർ ആണ് ആദ്യം നമ്മൾ കരുതിയത്. പക്ഷേ
ആപ്പിളിലെ ഇപ്പോഴത്തെ അപ്ഡേഷൻ പാറ്റേൺ അനുസരിച്ച് സെക്കൻഡ് ഹാഫ് ആയിരിക്കും മിക്കവാറും ഈ പറയുന്ന iOS 18.1 ആപ്പിൾ റിലീസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് അതിൻ്റെ ഇടയ്ക്ക് iOS 18.0.2 എന്ന് പറഞ്ഞ പുതിയ അപ്ഡേഷൻ മിക്കവാറും റിലീസ് ചെയ്യാനും ഒരു ചാൻസ് ഉണ്ടെന്ന് നമ്മുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഒക്ടോബറിൽ സെക്കൻഡ് വീക്ക് അല്ലെങ്കിൽ തേർഡ് വീക്കിനുള്ളിൽ ചിലപ്പോൾ iOS 18.0.2 എന്ന് പറഞ്ഞ പുതിയ അപ്ഡേഷനും ആപ്പിൾ റിലീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇതൊക്കെയാണ് നമ്മുടെ iOS 18.0.1ൻ്റെ പുതിയ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. ഇതേപോലെ പുതിയ അപ്ഡേഷൻ റിലീസ് ആകുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. This is Evin Xavier signing from Evika.